ഉമർ ഖത്താബ് തങ്ങളോട് മുത്തനബി പറയാണ്, ഉമറേ, നിങ്ങൾ നല്ല ശക്തനായ മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദിന്റെ അരികിൽ തിക്കിത്തിരക്കാൻ പോകരുത് കേട്ടോ. അവിടെ ബലഹീനരായ ആൾക്കാരുണ്ടാവും. ആ മസിൽ പവർ ഒക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഹജറുൽ അസ്വദിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങളായ ആളുകൾക്ക് ബുദ്ധിമുട്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം. ഹജ്ജിന് ഉംറക്ക് പോകുമ്പോൾ ഹജറുൽ അസ്വദ് മുത്തൽ എന്താണ്? പുണ്യകർമ്മമാണ്. പക്ഷേ അത് മുത്താൻ വേണ്ടിയിട്ട് ഒരു ഹാജി, ഒരു ഹജ്ജുമേ, ഒരു പാവപ്പെട്ടവരെ നാം ബുദ്ധിമുട്ടിച്ചോ, ആ ചെയ്യൽ ഹറാമാണ്. അതെന്താണ്? ഹറാമാണ്. അവർ പുണ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താകരുത്? ഹറാം ചെയ്യാൻ മതി. നമുക്ക് നല്ല സാവകാശം കിട്ടിയെങ്കിൽ അതിനെന്ത് ചെയ്യാം? റുക്കുൽ ജമാന്റെ ഭാഗത്ത് എന്തായാലും ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ പതുക്കെ പോയ നമുക്കത് കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹ് നമുക്ക് എന്താട്ടെ ഹജ്ജുൽ അസ്വദ് മതി വരുവോളം മുത്താൾ തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. പക്ഷെ തിക്കിത്തിരക്കിയിട്ട് ചില ആൾക്കാർ കണ്ടാൽ എന്താകും? ഭയങ്കര തിക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പാവങ്ങൾ അതിൽ ഇടങ്ങേറാകുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊരിക്കലും ചെയ്യരുത്. മുത്തനബി പറയാണ്, ഇൻ വജദ്ത ഖൽവതൻ ഫസ്തലിംഹു. വല്ല ഒഴിവും കിട്ടിയാൽ, അവിടെ തിരക്കില്ലാത്തൊരവസ്ഥ വന്നാൽ, അന്നത്തെ കാലത്ത് തന്നെ പിന്നെ ഓരോ കാലം കൂടുമ്പോൾ ലക്ഷങ്ങൾ കൂടല്ലേ. അപ്പൊ അതുകൊണ്ട് വല്ല ഒഴിവും കിട്ടിയാൽ നിങ്ങൾക്ക് തൊട്ടു ചുംബിക്കാം. ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് മുന്നിട്ടിട്ട് തക്ബീറും തഹ്ലീലും ചെല്ലണം ഉമറേ എന്ന് ഉമറുൽ ഖത്താബ് തങ്ങളോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചതെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെയും ചിലപ്പണ്ട് ചില ആളുകൾ ഉസ്താദ്മാരെ കയ്യ് പിടിച്ചാൻ വേണ്ടിയുള്ള തിരക്കുണ്ട്. അല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പൊരുത്തമാകാനാണ്, പൊരുത്തല കിട്ടാം, പൊരുത്തകട കിട്ടാം. എടങ്ങേറാക്കിയത് പ്രയാസപ്പെടുത്തരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഹജ്ജുൽ മുത്തുനിർത്ത് മാത്രമല്ല, നാം ആലിമീങ്ങളെ, സയ്യിദന്മാരെ, അവരെ കൈപിടിച്ച് ചുംബിക്കാനും അവിടെ പൊരുത്തം വാങ്ങാനും പോകുമ്പോ ആ തിക്കും തിരക്കും മറ്റുള്ളവർക്ക് പ്രയാസാകരുത്. നാം മുത്തുന്ന ആ ഒരു മഹാനുഭാവനിക്കും പ്രയാസം വരരുത്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ എന്താകുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെയും നല്ല രൂപത്തിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ.